അപ്പോൾ 2010 മോഡൽ ഫോർച്യൂണറിനെ നമ്മൾ 2016-14 തുടങ്ങി ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ ടൈപ്പ് 2 മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫോർച്യൂണറിൻ്റെ സെറ്റിങ് കാര്യങ്ങളെല്ലാം അവിടെ ഫുള്ളായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ടൈപ്പ് 1 മോഡൽ 2010 മോഡൽ ഫോർച്യൂണർ ആയിരുന്നു. അതിന് നമ്മളിത് ടൈപ്പ് 2 മോഡലിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇതേപോലെ നമുക്ക് കൺവെർഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ്, ഒരുപാട് ചേട്ടാ വെൽഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ഒറിജിനാലിറ്റി നഷ്ടപ്പെടില്ലെന്ന്. ഈ ഒരു ഫെൻഡറിൻ്റെ നെറ്റ് വോൾട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കമ്പനി വരുന്നത്, ആ കമ്പനി നെറ്റ് വോൾട്ട് തന്നെയാണ് ആഡ് ചെയ്തത്. സെപ്പറേറ്റ് ഒരു നെറ്റ് വോൾട്ട് ഇതിന് ആഡ് ചെയ്തിട്ടില്ല. ആകെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഈ ഹെഡ്ലൈറ്റിൻ്റെ താഴെ വരുന്ന ഒരു ബ്രാക്കറ്റ് മാത്രമാണ്. അതും ടാക്ക് പിടിച്ചതിന് ശേഷം റീടാക്ക് ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് അതൊരു ക്ലാമ്പ് വെൽഡ് ചെയ്ത് ആഡ് ചെയ്തിട്ടുള്ള ഒരു മേജറായിട്ടുള്ള പാച്ച് വർക്കൊന്നുമല്ല ഇതിന് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ വണ്ടി ഇത്രത്തോളം ആക്കിയിട്ടുണ്ട്. അലോയിൽ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തു. അതേപോലെ തന്നെ ഫ്രണ്ടേജ് നമ്മൾ മാറ്റിയിട്ട് നിങ്ങൾ കണ്ടിരിക്കും. ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെയുള്ള മൊത്തം പാർട്സുകൾ നമ്മൾ റീപ്ലേസും കാര്യങ്ങളെല്ലാം ചെയ്തു. അതിൻ്റെ ബോണറ്റ്, ഫെൻഡർ, ഹെഡ്ലൈറ്റ്, ബമ്പർ, ഗ്രില്ല്, വീലാർച്ച്, പിന്നെ ആ സ്കൂപ്പ്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ റീപ്ലേസും കാര്യങ്ങളെല്ലാം ചെയ്തു. ഇപ്പോൾ അതിൻ്റെ സെറ്റിങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2010 മോഡൽ ഫോർച്യൂണറിനെ നമ്മൾ 2016-14 തുടങ്ങി ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ ടൈപ്പ് 2 മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു ഫെൻഡർ തുടങ്ങി മൊത്തത്തിൽ പാർട്സുകളും കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്ത് നിങ്ങൾ സെറ്റിങ് കാര്യങ്ങളെല്ലാം കണ്ടിരിക്കും. അപ്പോൾ ഇത് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ ഒന്നുകൂടിയും പറയാം. ബോണറ്റ്, ഫെൻഡർ, വീലാർച്ച്, പിന്നെ ഫ്രണ്ടിലെ ബമ്പർ, ഹെഡ്ലൈറ്റ്, പിന്നെ ഇവിടെ വൈപ്പറിൻ്റെ ഒരു ഡെമ്മി
നമ്മൾ ഹെഡ്ലൈറ്റും കാര്യങ്ങളെല്ലാം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൈപ്പറിൻ്റെ ഒരു ഡെമ്മി ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡെമ്മിയാണ്, അതിൻ്റെ അകത്ത് വാഷർ ഇല്ല. കാരണം ടൈപ്പ് 1 മോഡലാണ്, വാഷർ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ഫോഗ് ലാമ്പ് ഒരു ക്രോം ഫിനിഷിങ്ങിലുള്ള ഫോഗ് ലാമ്പ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്രില്ല് മൊത്തത്തിൽ ചേഞ്ച് ചെയ്തു. സ്കൂപ്പ് ചേഞ്ച് ചെയ്യണം, അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഹെഡ്ലൈറ്റ് അതേപോലെ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഫുള്ളായിട്ട് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു വണ്ടി നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 2010 ഈ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് നോക്കണമെങ്കിൽ ഈ ഒരു കണ്ടീഷനായിരുന്നു വണ്ടി. ആ ഒരു കണ്ടീഷനിൽ നിന്ന് നമ്മൾ ഈ ഒരു കണ്ടീഷനിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മാക്സിമം നല്ല രീതിയിൽ നമ്മൾ മാക്സിമം വർക്കുകൾ, ഇപ്പോൾ ഡോറിൻ്റെ താഴ്വശത്തൊക്കെ ചെറിയ രീതിയിലുള്ള പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഫുള്ളായിട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് വണ്ടിയെ ഫുള്ളായിട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. നമ്മൾ ഈ ഒരു വർക്കിന് വന്നിരിക്കുന്ന ചാർജ് നമ്മൾ ഇപ്പോൾ ഒരു ടൈപ്പ് 1 മോഡൽ ഫോർച്യൂണറിനെ ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 1,65,000 രൂപയാണ് ചാർജ് വരിക. പിന്നെ വണ്ടിക്ക് പാച്ച് വർക്ക് ഉണ്ട്, അതെല്ലാം ചേഞ്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ബാക്കിലെ വീലാർച്ചും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നു. അതേപോലെ ഫോഗ് ലാമ്പ് അഡീഷണലാണ് വരിക, ഫോഗ് ലാമ്പ് ചേഞ്ച് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ റേറ്റിൽ ചില വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ. ഇത് ഇപ്പോഴത്തെ റേറ്റാണ് പറയുന്നത്. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറയാനും പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു വണ്ടി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് ഞാൻ എൻ്റെ ഗ്യാപ്പുകളൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ഫോർച്യൂണർ നമ്മൾക്ക് കൺവേർഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ എല്ലാവരും നേരിടുന്ന ഒരു വിഷയമാണ് നമ്മുടെ ഈ വീലാർച്ചിൻ്റെ ഈ ബീഡിയും കാര്യങ്ങളൊക്കെ. അത് ഈ വണ്ടിക്കും കംപ്ലൈൻ്റ് ആയിരുന്നു. മിക്ക ഫോർച്യൂണറും പഴയ മോഡൽ ഫോർച്യൂണർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ബീഡിങ്ങൾ മിക്കതിൻ്റെയും കട്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ വണ്ടിയുടെ ഫുള്ളായിട്ട് തന്നെ കട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടാണ്ട് തന്നെ ഈ വീലാർച്ചും കാര്യങ്ങളെല്ലാം സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക ചെയ്തിരുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ ഫുള്ളായിട്ട് കസ്റ്റമർ ബാക്കിലെ വീലാർച്ച് ഡാമേജ് ഉണ്ടായിരുന്നു, കസ്റ്റമർ വീലാർച്ച് റീപ്ലേസ് ചെയ്തോട്ടെന്ന് വെച്ചാൽ കസ്റ്റമർ റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ഇത് ഓൾറെഡി നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതാണ് കൺവേർഷൻ ചെയ്യുമ്പോൾ. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബീഡിങ്ങും നമ്മൾ ഇട്ട് കൊടുത്തു. അതേപോലെ ബാക്കിൽ ഈ ഒരു പാഡ് ഉണ്ടായിരുന്നു, പഴയതാണ്, അത് നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ചു. ഫൈബറാണ്, അതായത് ABS ടൈപ്പ് അല്ല, ഫൈബർ ടൈപ്പാണ്. അത് നമ്മൾ പെയിൻ്റ് അടിച്ച് ഫിനിഷ് ചെയ്ത് ഒട്ടിച്ച് വെച്ചു എന്നുള്ളൂ. അത് കൂടാണ്ട് ഈ ഒരു ആർച്ച് നമ്മൾ റീപ്ലേസ് ചെയ്തു, പുതിയതാണത്, ഇത് റീപ്ലേസ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഈ ഒരു ബീഡിങ്ങും ഇട്ട് കൊടുത്തു. അതുപോലെ ബാക്കിൽ പറഞ്ഞ ഈ വീലാർച്ചും റീപ്ലേസ് ചെയ്ത് ഇതിൻ്റെ കൂടെ ബീഡിങ് ഇട്ട് കൊടുത്തു. ഇതൊക്കെ സ്ക്രൂ ചെയ്ത് പഴയത് സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്ത ഒരു നിലയിലായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇനിയിപ്പോൾ ഫുൾ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് പുട്ടിയൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ ഒരു ഫിനിഷിങ് കുറവുള്ള കാരണം അത് നമ്മൾ റീപ്ലേസ് ചെയ്ത് ക്ലിയർ ചെയ്ത്. അതേപോലെ തന്നെ അലോയ് വീല് നിങ്ങൾ നോക്കണമെങ്കിൽ നമ്മൾ തന്നെ മിക്സ് ചെയ്തിട്ടൊരു കളറാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 3-4 വണ്ടിക്ക് നമ്മൾ ഈ ഒരു കളർ അടിച്ചു കേട്ടോ. നമ്മൾ തന്നെ ഒരു 1G3 എന്ന് പറഞ്ഞിട്ടുള്ള ഇന്നോവയുടെ ഗ്രേയും കുറച്ച് റെഡും പിന്നെ കുറച്ച് ഫാൻറ്റം ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള കളറൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ്. ആ ഒരു കളർ നമ്മൾ ഈ 5 അലോയ് വീലിനും ഈ ഒരു കളർ അടിച്ച്, മറ്റേ അലൂമിനിയം കളറായിരുന്നു, അല്ലല്ല ബ്ലാക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മാറ്റ് ബ്ലാക്ക് സ്പ്രേ എല്ലാം കണ്ട് അടിച്ചതിന് തോന്നുന്നുണ്ട്. അതൊക്കെ മാറ്റി നമ്മൾ എപ്പോസ് അടിച്ചതിന് ശേഷം പെയിൻ്റ് അടിച്ചതിന് ശേഷം ക്ലിയർ അടിച്ച് ഫിനിഷ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടു കേട്ടോ. നമ്മൾ ഈ വണ്ടിയുടെ ബാക്കിലേക്ക് പോകണമെങ്കിൽ ഈ സ്പോയിലറും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്ന സ്പോയിലറാണ് നമ്മൾ പെയിൻ്റ് അടിച്ച് റീസെറ്റ് ചെയ്തു. ടെയിലൈറ്റ് നമ്മൾ LED ടെയിലൈറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിന് LED ടെയിലൈറ്റ് സെറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഈ ഒരു ഗാർണിഷ് നമ്മൾ റീപ്ലേസ് ചെയ്യും. ഒരു ഗാർണിഷ് ഫോർച്യൂണർ എഴുതിയിട്ടുണ്ടാവില്ല മറ്റേ പഴയതുമ്പോൾ, ആ ഫോർച്യൂണർ എഴുതിയ ഗാർണിഷ് നമ്മൾ റീപ്ലേസ് ചെയ്തു. ടയർ ലോഗോ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് സെറ്റ് ചെയ്തു. വൈപ്പർ ഉണ്ടായിരുന്നു, പിന്നെ ബമ്പർ നമ്മൾ റീപ്ലേസ് ചെയ്തു. റിഫ്ലക്ടർ നോർമൽ റിഫ്ലക്ടർ ഫിറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ഒരു വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം പഴയ തന്നെ റീസെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള നിങ്ങൾക്ക് ഫോർച്യൂണർ കൺവേർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, അതല്ലെങ്കിൽ ഫോർച്യൂണർ പെയിൻറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫോർച്യൂണർ ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള പാർട്സ് താല്പര്യമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പാർട്സ് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കട്ടെ. അതിൽ നമ്മൾ പാർട്സിൻ്റെ എമൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ID പറഞ്ഞത് CarJJ ഓട്ടോമോട്ടീവ് എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വരും. അപ്പോൾ നമ്മളിപ്പോൾ ഫോർച്യൂണർ ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പാർട്സാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ 77,750 രൂപയാണ് പാർട്സ് വരുന്നത്. ഇതിൽ വിത്തൗട്ട് ഫോഗ് ലാമ്പ് ഉണ്ടാവില്ല. പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ ഈ ഒരു കൺവേർഷൻ പാർട്സിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്കിത് ഫ്രണ്ടേജ് മാത്രമാണ് കൺവേർട്ട് ചെയ്യാൻ താല്പര്യം. ബാക്കിൽ ഓൾറെഡി ടെയിലൈറ്റും അതേപോലെ തന്നെ ബമ്പറും മാത്രമാണ് വ്യത്യാസമുള്ളൂ. ഫ്രണ്ടേജ് മാത്രം ചിലവർ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇൻസ്റ്റയിൽ ചെറിയൊരു ഷോർട്ട് ഈ 2 ദിവസത്തിനുള്ളിൽ ഇടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇപ്പോൾ കയറി കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടേജ് മാത്രം എങ്ങനെ വന്നാലും 10-20 രൂപയുടെ വ്യത്യാസം ബാക്കിലെ ഇത് കുറയും. അത് ടൈലൈറ്റ് നല്ല എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ടൈലൈറ്റിൻ്റെ റേറ്റും അതേപോലെ ബമ്പറിൻ്റെ റേറ്റും ഡിക്കിയുടെ ക്രോമിൻ്റെ റേറ്റ് കുറയുമ്പോൾ ഫ്രണ്ടേജിന് വലിയ എമൗണ്ട് വരില്ല. അതിൻ്റെ എമൗണ്ട് ഞാൻ നോക്കിയിട്ട് ഒന്നില്ലെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്തേക്ക് കേട്ടോ.
feel like I'm losing my mind. Is everybody in the world blind? Please, Lord, give me a sign, a sign. I feel like I'm losing my mind. Is everybody in the world blind? Please, Lord, give me a sign, a sign. I wanna be the greatest. Everybody on the fake shit. I look around and feel like everybody is the fakest. I make this every day and I'm impatient, hoping one day I blow up from the basement. Statement, the top is so vacant. I don't hear shit that I think is amazing. Waiting for my day when I'm playing sold out shows for 1,000 faces. Hey, give me that crown, get in my way and to be put down. It ain't your place, all this my town. If I want that shit, then I'll get it right now. I'm losing it, the noose it fits. I'm losing shit, a stupid myth. You choose to live or choose to dip. You choose to fight or lose your grip and lose a gift. I feel like I'm losing my mind. Is everybody in the world blind? Please, Lord, give me a sign, a sign. I feel like I'm losing my mind. Is everybody in the world blind? Please, Lord, give me a sign, a sign. Yeah. There's no mercy in this world, just hunger-thirsty persons in different versions, each new update that shit worsens. Why? Pull back the curtain and you'll see the different vermin. We all have different burdens that all seem to cause disturbance. Yo, so do me a favor, don't treat me like a neighbor. Don't need the different flavors of your problems just to savor. I've got my own issues, I need a comb to get through. Don't need to groan with you, just go get your own tissue. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തുള്ളവരെ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ ഇതേപോലുള്ള കൺവേർഷൻ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ 2010 മോഡലാണിത്. ഈ ഒരു വണ്ടിയായിരുന്നു, ആ ഒരു വണ്ടിനെയാണ് നമ്മൾ ഈ ഒരു മോഡലിലേക്ക് ആക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാം ഏകദേശം 50,000 ഫോളോവേഴ്സ് നമുക്കിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.